പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തമുഖത്ത് നേരത്തെ സന്ദർശിക്കണമായിരുന്നെന്നും വൈകിയാണെങ്കിലും വരുന്നതിൽ സന്തോഷമുണ്ടെന്നും NCP സംസ്ഥാന അധ്യക്ഷൻ NA മുഹമ്മദ് കുട്ടി. പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് NCP ആണ്. മുന്നേ NCP ആവശ്യപ്പെട്ട 5000 കോടിയെങ്കിലും വയനാടിന്റെ പുനരധിവാസത്തിനു വേണ്ടി കേരളത്തിന് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വാസ്തവത്തിൽ വരേണ്ടത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു. ഒരു ദുരന്തത്തിൻ്റെ ശരിയായ ഒരു ഇത് ലഭിക്കണമെങ്കിൽ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടേനെ. എന്തായാലും വൈകിയാണെങ്കിലും അദ്ദേഹം വരാൻ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, ഞങ്ങളതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഒരു മിനിമം ഒരു 5000 കോടിയെങ്കിലും കേരളത്തിന് വേണ്ടി ഈ ദുരന്തത്തിൻ്റെ അവരുടെ റീഹാബിലിറ്റേഷനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും തുടങ്ങണമെങ്കിൽ വലിയൊരു എമൗണ്ട് ആവശ്യമുണ്ട്. അതിലേക്ക് ഒരു 5000 കോടിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിനൊന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ റീഹാബിലിറ്റ് ചെയ്യുന്നതിന് വലിയൊരു തുക തന്നെ അദ്ദേഹം ഓഫർ ചെയ്യുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വയനാട്ടിൽ സംഭവിച്ചത് ആദ്യമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതും NCP ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായിട്ട് ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടും NCP ആണ്. കാരണം കേരളത്തിൻ്റെ തന്നെ അറിയാമല്ലോ ഏത് അവസ്ഥയിലാണ്, എങ്ങനെയായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ എത്രയോ ആളുകളുടെ ബോഡി പോലും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ലഭിച്ചത് തന്നെ ഒരു ഫുള്ളായിട്ടുള്ള ബോഡി പോലുമല്ല, പല അവയവങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ പലതും ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും ഇതായിട്ടുള്ളൊരു ദുരന്തം എന്ന് പറയുമ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാൻ സമയമായിട്ടില്ല എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തെയും അദ്ദേഹം വിമർശിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തി എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തമൊത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വിഷ്വൽസും ബാക്കിയുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി മെല്ലെ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അവിടെ ഒക്കെ പറയേണ്ട ഒരു ചില വ്യത്യസ്തമായ, അതായത് തീർച്ചയായും അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നൊരു വാക്കാണ് ഒരു മന്ത്രി എന്നുള്ളത് അദ്ദേഹം പറയേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുള്ള മുൻ പരിചയമില്ലാത്തതിൻ്റെ ഉണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ തകർത്ത വയനാട് ശനിയാഴ്ച ഉച്ചയോടെ സന്ദർശിക്കുമെന്നാണ് വിവരം. ശനിയാഴ്ച വിമാനമാർഗം കോഴിക്കോട് എത്തിയ ശേഷം വയനാട്ടിലേക്ക് പോകുമെന്നാണ് സൂചന.